പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈബിളിന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ജോയ് അല്ലെങ്കിൽ ആനന്ദമെന്ന് പറയുന്നത് ഒരു ഫീലിംഗ് മാത്രമല്ല, അത് നമുക്ക് ബലം തരുന്ന ഒരു സോഴ്സാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ, സമാധാനത്തോടെ, ദൈവീയ ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ആവശ്യമാണ്. അനേക വേദവചനങ്ങൾ നമ്മുടെ ബൈബിളിലുള്ളത് നമ്മളുടെ ഫോക്കസ് യേശു കർത്താവിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, എല്ലാ സീസണിലും ഒരു ലാസ്റ്റിംഗ് ജോയ് നമ്മുടെ ഉള്ളിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ നേരത്തെ ചിന്തിക്കായിട്ട് റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. ഒരു വലിയ ഒരു ഗെയിമോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾക്ക് ചില സമയത്ത് ഉറങ്ങാൻ പാടുപെടുന്ന അവസ്ഥയുണ്ടായിട്ടില്ലേ? ഞാൻ ഗെയിമെന്ന് പറഞ്ഞത് സ്പോർട്സുകാരെയും എല്ലാം ഉദ്ദേശിച്ച. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയും, ഒരു വലിയ മീറ്റിങ്ങിൽ മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന ആ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് കയറി വന്നാൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് രാത്രി കിടന്നാൽ ഉറങ്ങാൻ ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് ഹാർഡ്, അല്ലേ? പാടായിച്ചിട്ട്. ആമേൻ. ചില സമയത്ത് നമ്മുടെ ആ എക്സൈറ്റ്മെൻറ്റും ആൻറ്റിസിപ്പേഷനും ഒക്കെ നമ്മളെ അസ്വസ്ഥരാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ഫീലിങ്സ് ജീവിതത്തിൽ വരുന്നത് വിവിധ തരത്തിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾക്ക് ഉള്ള ആ എനർജി നാം പഠിക്കണം. അതെന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ളതിലേക്ക് നമ്മുടെ എനർജിയെ തിരിച്ചു വിടാൻ. അങ്ങനെ തിരിച്ചു വിട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്തെടുക്കാൻ ഗുണം നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഫീലിങ്സ് ഓഫ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഒരിക്കലും ആങ്സൈറ്റിയും ഫിയർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം അനുവദിക്കരുത്. അങ്ങനെ വന്നാൽ നമ്മുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ പെർഫോമൻസ് തീരുന്നത് അത്ര സന്തോഷത്തോടെ ആയിരിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് പുറത്തേക്ക് തീർച്ചയായിട്ടും ആനന്ദമായിട്ട് പരിണമിക്കും. നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് തരുന്ന ആ ജോയ്, ആ ഹൃദയം നിറച്ച ഫുൾ ഓഫ് ജോയ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണെങ്കിൽ സംശയത്തിനോ ആങ്സൈറ്റിക്കോ ഭയത്തിനോ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ പിന്നെ സ്ഥാനമില്ലാതിരിക്കും. പൗലോസ് ഇവിടെ പറയുന്നത് ജോയയുടെ പാർട്ട്ണർ ആരാ? പീസ, സമാധാനം എന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട്, സന്തോഷവും സമാധാനവും കൂടെ നോക്കുമ്പോൾ അവർ പാർട്ട്നേഴ്സാണെന്ന് പറയാം, അല്ലേ? നമ്മുടെ എല്ലാ ആങ്ഷ്യസ് തോട്ട്സിനെ ഒന്ന് കാം ചെയ്യുവാനും നമ്മുടെ എല്ലാ സംശയത്തെയും ഒന്ന് ക്രഷ് ചെയ്യാനും ഒക്കെ ശക്തിയുള്ള നമ്മുടെ ആ ഒരു സമാധാനം നമുക്ക് ആവശ്യമാണ്. ആ സമാധാനം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നാം തെറ്റിപ്പോകാതെ നമ്മെ നിലനിർത്തും. കവിഞ്ഞൊഴുകുന്നൊരു പ്രത്യാശ, അത് ബിബ്ലിക്കൽ ഹോപ്പായിരിക്കണം കേട്ടോ. അത് നമുക്കൊരു കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ നമുക്ക് തരും. അതെല്ലാം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്നുള്ള ആ ഒരു വിശ്വാസവും അവൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവുമായിരിക്കണം നമ്മെ ഇങ്ങനെ പിടിച്ച് നിർത്തേണ്ടത്. പ്രൈസ് ഗോഡ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള
എന്തെങ്കിലും ചെയ്തത് ദൈവമക്കളെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റായിട്ട് അങ്ങ് എക്സോസ്റ്റഡ് ആയി എന്ന് തോന്നാറില്ലേ? പക്ഷേ അങ്ങനെ തോന്നുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയും അത് ചെയ്തെടുത്ത് തീർക്കുവാൻ ശ്രമിക്കും, അല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നാം എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു അഡ്വേഴ്സിറ്റി വന്നപ്പോൾ നാം എങ്ങനെ അതിനോട് പ്രതികരിച്ചു, എങ്ങനെ നാം അതിനോട് റിയാക്ട് ചെയ്തു. ആ കാലഘട്ടത്തിൽ ഇപ്പം 18 നമ്മുടെ വെള്ളപ്പൊക്കം തന്നെ എടുത്താൽ മതി. അത് ഫേസ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാം. പുറകോട്ടും തിരിഞ്ഞ് നോക്ക്, അന്ന് ആരാ നമുക്ക് സ്ട്രെങ്ത് തന്ന്? സ്വർഗത്തിലെ ദൈവം, അല്ലേ? ഹല്ലേലൂയ. ഹൗ ഡിഡ് യു ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു കീപ് ഗോയിങ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും പല വിധത്തിലായിട്ടുള്ള ചലഞ്ചസ് ആയിരിക്കും വരുന്നത്. പക്ഷേ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു അൺലിമിറ്റഡ് സപ്ലൈ ഉണ്ട്. അതിന് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതിൽ കൂടി നമുക്ക് അങ്ങോട്ടേക്ക്, ആ ശക്തിയിലേക്ക് ഒരു ആക്സസ് ഉണ്ടെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. യെശയ്യാവ് 40-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ. ഐസായ ചാപ്റ്റർ 40 വേഴ്സസ് 30 and 31 ഇങ്ങനെ പറയുന്നു: ബാല്യക്കാർ ക്ഷീണിച്ച് തകർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എത്ര എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനം തരുന്നൊരു വാക്യം അത്, അല്ലേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു വാക്യമാണ്. നമ്മൾ എത്ര ടയേർഡായാലും നമ്മൾ സ്റ്റംബിൾ ചെയ്ത് പോകാതെ നമ്മൾ യേശു കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശക്തി ഒന്ന് പുതുക്കിയെടുക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരു കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നാണ് പറയുന്നത്. അവർ ഓടും, ക്ഷീണം കൂടാതെ ഓടും. ബലഹീനപ്പെട്ടു പോകാതെ നടക്കുവാനും അവർക്ക് കഴിയും. ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. പ്രൈസ് ഗോഡ്. ഒത്തിരി കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിക്കേ. നമ്മൾ വീക്കായി പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, നമ്മൾ തളർന്നു പോയ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് സ്ട്രെങ്ത്തിൽ നിന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് ശക്തി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ? നെഹമ്യാ 8:10 ഇങ്ങനെ പറയുന്നു. നെഹമ്യാ ചാപ്റ്റർ 8 വേഴ്സ് 10 ഇങ്ങനെ പറയുന്നത്: ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. അപ്പം അതിൻ്റെ അവസാന ഭാഗം, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് വളരെ മോശമായ വെതർ വരുമ്പോൾ നാം കംപ്ലെയിൻ ചെയ്യാറുണ്ട്. എന്നാൽ ആ വെതറിനെ ഒന്ന് എംബ്രേസ് ചെയ്ത് ആ വെതറിൽ ഒന്ന് ഡാൻസ് ചെയ്ത് പാട്ടുപാടി ആക്റ്റീവായിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുകയെന്ന്. അപ്പോൾ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യത്തിൽ കൂടി നാം പോകേണ്ടി വന്നാലും മനസ്സിലാക്കണം, നമ്മുടെ സന്തോഷം, നമ്മുടെ ഉള്ളിലെ സന്തോഷം നമ്മെ ആ മോശമായിട്ടുള്ള എല്ലാ കാലാവസ്ഥയിൽ കൂടി കൊണ്ടുപോകും. എക്സ്ട്രീം വെതർ വന്നാലും അതിനെ ബാറ്റിൽ ചെയ്ത് തോൽപ്പിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ജോയ് അല്ലെങ്കിൽ ആനന്ദമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻക്രെഡിബിൾ സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. ഒന്ന് ചിന്തിച്ചേ അതിനെക്കുറിച്ച്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് സംഗതികളെ നേരിടാത്തൊരു വ്യക്തി, അവർ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർ ഡിസ്കറേജ്ഡ് ആകുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ അവർ ഡിസ്കറേജ്ഡ് ആകും. ഈ മക്കളെ, ഇമോഷണൽ എനർജി എന്ന് പറയുന്നതും ശക്തിയുള്ളതാണ്. നമുക്ക് ടഫ് ട്രെയിനിങ് സെക്ഷൻ, അങ്ങനെയുള്ള സെഷനിൽ കൂടെ ഒക്കെ പോകേണ്ടി വന്നാലും ഒരു പുഞ്ചിരിയോടെ അതിനെ എതിരേൽക്കാൻ കഴിയണം. എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഹെൽപ്സ് us to face the challenge. മനസ്സിലാക്കണമേ, the joy of the Lord is constant and immovable. No circumstance can shake it. സങ്കീർത്തനം 23:1 ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല.
ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ലാക്ക് നത്തിങ്. എത്ര വലിയൊരു ന്യൂസാണ് അല്ലേ? അതിൻ്റെ അർത്ഥം നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പേർപ്പസ് നമ്മുടെ ജീവിതത്തിൽ നാം അക്കംപ്ലിഷ് ചെയ്യാൻ തക്കവണ്ണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ എന്ത് അക്കംപ്ലിഷ് ചെയ്യാനാണെങ്കിലും അത് ഓൾറെഡി അവൻ നമുക്ക് തന്നിരിക്കും. അതുകൊണ്ടൊരു ജോയ്ഫുൾ ഹാർട്ട് ആൻഡ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക്, ഇത് രണ്ട് സഹിതം നമുക്ക് ജീവിതത്തിലെ എല്ലാ ചലഞ്ചസും അപ്രോച്ച് ചെയ്യാൻ തക്കവണ്ണം കഴിയണം. അതിൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, പൂർണ്ണ സമാധാനത്തിൽ നീ ഞങ്ങളെ കാക്കുമല്ലോ. ജീവിതത്തിൽ വരുന്ന ചലഞ്ചിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.